കുറെ നേരം ഞാൻ ആ പത്രവും മടക്കി കയ്യിൽ പിടിച്ച് പുറത്തേക്കും നോക്കിയിരുന്നു. പിന്നെ വീണ്ടും ഒന്നുകൂടി അത് നിവർത്തി ആ വാർത്തയിലേക്ക് കണ്ണോടിച്ചു. ഒരു തവണ അത് മുഴുവനും വായിച്ചതാണ്. രണ്ടാമതൊരിക്കൽ കൂടി അത് വായിക്കാനുള്ള മനോബലം എനിക്കുണ്ടായിരുന്നില്ല. മലപ്പുറത്ത് നടന്ന ഒരു സ്ത്രീ പീഡനത്തിന്റെ വാർത്തയായിരുന്നു അത്. കുറ്റാരോപിതരെ വെറുതെ വിട്ടതിനെ തുടർന്ന് മനംനൊത്ത് ഇരയായ പെൺകുട്ടി ജീവനൊടുക്കുകയായിരുന്നു. ആ ദുഃഖം താങ്ങാനാവാതെ ആ പെൺകുട്ടിയുടെ അമ്മ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. തുടർന്ന് പെൺകുട്ടിയുടെ അച്ഛൻ രണ്ടാമത്തെ മകന് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയ ശേഷം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. എന്താണ് ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ഉള്ളിനനുഭവപ്പെട്ട വികാരമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കഠിനമായ ദുഃഖത്തോടൊപ്പം അനിയന്ത്രിതമായ ആത്മരോഷം കൊണ്ട് ഞാൻ ഉള്ളിൽ നീറിപ്പുകയുകയായിരുന്നു. 3 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചെത്തിയതാണ് ഞാൻ. കുവൈറ്റിൽ നിന്നും നാട്ടിലെത്തിയിട്ട് ഒരാഴ്ച ആവുന്നതേയുള്ളൂ. എന്റെ മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയ പത്രക്കെട്ടുകൾ സ്ക്രാപ്പിൽ കൊടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. അതിനിടയിലാണ് ഈ വാർത്ത എന്റെ കണ്ണിൽ പെടുന്നത്. കുറെ തവണ അത് വായിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷെ മനസ്സ് വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്തിനാണ് എന്റെ രക്തം ഇങ്ങനെ തിളയ്ക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നാട്ടിൽ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. ഉള്ളം ശാന്തമാക്കാനായി ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പക്ഷെ ഇതൊരു സാധാരണ സംഭവമല്ല. നീതി നിഷേധത്തെ തുടർന്ന് ഒരു കുടുംബം മുഴുവനുമാണ് ഇല്ലാതായിരിക്കുന്നത്. ഏറെ നേരം ചിന്തിച്ചിരുന്ന ശേഷം ഞാൻ ഫോണെടുത്ത് കുവൈറ്റിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയായ ആഷിഖിനെ വിളിച്ചു. അവനോട് വിവരങ്ങൾ തിരക്കി കഴിഞ്ഞപ്പോൾ എന്റെ രക്തം കൂടുതൽ തിളയ്ക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിക്ക് വേണ്ടി നാട്ടുകാർ മുഴുവൻ സംഘടിച്ച് ഒരു പൗരസമിതി രൂപീകരിച്ച് നീതിക്കായി പോരാടിയിരുന്നു. പക്ഷെ പ്രതികളുടെ വീട്ടുകാർ പണവും ആൾബലവും ഉപയോഗിച്ച് അതിനെ മറികടന്നു. ഹോ, എന്തൊരു നാടാണിത്! ഞാൻ അമർഷത്തോടെ പുറത്തേക്ക് നോക്കി പത്രം കയ്യിൽ ചുട്ടിപ്പിടിച്ചു നിന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഞാൻ ഇരിക്കപ്പുറതിയില്ലാതെ എന്റെ മുറിയിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. മലപ്പുറത്തേക്ക് ചെന്ന് ഒരിക്കൽ കൂടി ഒരു പൗരസമിതി രൂപീകരിച്ചാലോ എന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ 3 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഇനി ആർക്കാണ് താല്പര്യം കാണുക? അഥവാ താല്പര്യമുണ്ടെങ്കിൽ തന്നെ മുമ്പ് സംഭവിച്ചതുപോലെ വീണ്ടും പ്രതികളുടെ വീട്ടുകാർ അതിനെ അമർച്ച ചെയ്യില്ല എന്ന് എന്തുറപ്പാണുള്ളത്? എന്താണ് ചെയ്യാൻ കഴിയുക? ഞാൻ കുറേ നേരം ആലോചിച്ചുകൊണ്ടിരുന്നു. അവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അവരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ കഴിയും. ഈ പത്രവാർത്തയിൽ പ്രതികളിൽ ഒരാളുടെ പോലും പേരില്ല. അവർ പണവും അധികാരവും തീർത്ത സംരക്ഷണ വലയത്തിനുള്ളിൽ സുരക്ഷിതരാണ്. അവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, സമൂഹത്തിന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതും ഒരു ശിക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സംഭവത്തെ ആസ്പദമാക്കി ഒരു പുസ്തകം എഴുതാൻ ഞാൻ തീരുമാനിച്ചു. മുമ്പ് പഠിക്കുന്ന കാലത്ത് എഴുതിയിട്ടുള്ളതാണ്. പ്രവാസത്തിലേക്ക് കടന്നതിൽ പിന്നെ പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. 18 വയസ്സുള്ളപ്പോൾ നാടുപേക്ഷിച്ചു പോയതാണ്. നീണ്ട 15 വർഷക്കാലം പ്രവാസിയായി ജീവിച്ചു. ഇപ്പോൾ ഈ 33ാമത്തെ വയസ്സിലാണ് നാട്ടിൽ സ്ഥിരതാമസമാക്കാമെന്ന് ഒരു തോന്നൽ ഉടലെടുക്കുന്നത്. 6 മാസം ഞാൻ ആ തോന്നലുമായി മല്ലിട്ടു. പ്രവാസത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നാടൊരു സ്വർഗമായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും തോന്നും. പക്ഷെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം എനിക്കത് തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. കേവലം ഒരു അക്കരപ്പച്ച മനോഭാവമായിരുന്നില്ല അത്. ഒടുവിൽ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കാമെന്ന് തന്നെ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അടുത്തുള്ള ജംഗ്ഷനിൽ 2 വലിയ കടമുറികൾ പണിത് വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ സ്വന്തമായി നല്ല വരുമാനമുള്ള ഒരു വെളിച്ചെണ്ണ മില്ലുമുണ്ട്. അതിന്റെ നടത്തിപ്പ് അച്ഛനാണ്. ഒപ്പം കുവൈറ്റിലായിരുന്ന സമയത്ത് GCC രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ കുറെ ഷെയറുകൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാൻ അവയിൽ നിന്നൊക്കെയുള്ള വരുമാനം തന്നെ ധാരാളമാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ച് ആശങ്കയില്ല. ഇവിടെ ഭാവിയില്ലാതായിരിക്കുന്നത് ഒരു കുടുംബത്തിന് മുഴുവനുമാണ്. അതിൽ എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ വീണ്ടും ഫോണെടുത്ത് ആഷിഖിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആദ്യം അത് കേട്ടപ്പോൾ അവൻ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. വേണ്ട പ്രണവേ, അവരൊക്കെ പൊളിറ്റിക്സിൽ നല്ല ഹോൾഡുള്ളവരാണ്. നീ ഈ സംഭവത്തെക്കുറിച്ച് എഴുതുകയാണ് എന്നറിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല, അവൻ പറഞ്ഞു. അതുകൂടി കേട്ടതോടെ ഇനി ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ ഉറച്ചു. ഇവിടെ വെച്ച് വേണ്ട, ആ സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നിന്നും ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് എല്ലാം ചേർത്ത് വേണം എഴുതാൻ. അവിടെ താമസിക്കാൻ പറ്റിയ ഒരു വീട് തരപ്പെടുത്തി തരാൻ ഞാൻ ആഷിഖിനോട് പറഞ്ഞു. എനിക്ക് പിന്മാറാൻ ഉദ്ദേശമില്ല എന്ന് കണ്ട അവൻ ഒടുവിൽ ഒന്ന് അന്വേഷിച്ച ശേഷം അറിയിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആഷിഖ് തിരിച്ചു വിളിച്ചു. സംഭവം നടന്ന സ്ഥലത്തിനടുത്തായി ഒരു വീടുണ്ട്. പക്ഷെ കഴിഞ്ഞ 6 മാസമായി ആരും താമസമില്ലാതെ അത് അടഞ്ഞു കിടക്കുകയാണ്, അവൻ പറഞ്ഞു.
ആ വീട് തന്നെ മതിയെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ ആ വീടിന്റെ മേൽനോട്ടക്കാരന്റെ നമ്പർ എനിക്ക് തന്നു. ഞാൻ ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ചു. വീട് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായതുകൊണ്ട് വൃത്തിയാക്കാൻ ഒരു ദിവസം മുഴുവൻ വേണ്ടിവരും. നാളെ ഒരു ദിവസം കൊണ്ട് അത് ചെയ്തു തീർക്കാമെന്നും അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വന്നുകൊള്ളാനും അയാൾ പറഞ്ഞു. നാളെ തന്നെ മലപ്പുറത്തേക്ക് തിരിക്കണമെന്നാണ് കരുതിയിരുന്നത്. ഇനിയിപ്പോൾ മറ്റന്നാളാവട്ടെ. ഞാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. വീട്ടുകാരോട് ഞാൻ കൂടുതൽ വിശദമായി ഒന്നും പറയാൻ നിന്നില്ല. ഒരു കുറ്റാന്വേഷണ നോവൽ എഴുതാൻ തീരുമാനിച്ചെന്നും അതിനായി മലപ്പുറത്തേക്ക് പോവുകയാണ് എന്ന് മാത്രം പറഞ്ഞു. എല്ലാം വിശദമാക്കാൻ നിന്നാൽ അവരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. എന്തായാലും പുസ്തകം എഴുതുന്ന കാര്യം കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ രാവിലെ തന്നെ മലപ്പുറത്തേക്ക് തിരിച്ചു. എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ കാറിൽ കരുതിയിരുന്നുള്ളൂ. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ നല്ല ലോങ് ഡ്രൈവ് ആണ്. നാടൊക്കെ ഒന്ന് കണ്ടുപോകാമെന്ന് ഞാൻ കരുതി. ഫോൺ ചെയ്തു പറഞ്ഞിരുന്നത് പ്രകാരം വീടിന്റെ മേൽനോട്ടത്തിന്റെ ചുമതലയുള്ളയാൾ എനിക്ക് വാട്സാപ്പിൽ വീടിരിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ജംഗ്ഷന്റെ ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു. വൈകുന്നേരത്തോടടുപ്പിച്ചാണ് ഞാൻ അവിടെ എത്തിയത്. ഏതാനും കടകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു ചെറിയ ജംഗ്ഷൻ. അവിടെ നിന്നും 1/4 കിലോമീറ്റർ ദൂരമുണ്ട് താമസമൊരുക്കിയിട്ടുള്ള വീട്ടിലേക്ക്. ജംഗ്ഷനിൽ നിന്നും അവിടേക്കുള്ളത് ഒരു ചെറിയ പഞ്ചായത്ത് റോഡായിരുന്നു. അതിന്റെ ഇരുവശങ്ങളിലും ഒഴിഞ്ഞ കാട് കയറി കിടക്കുന്ന പറമ്പുകളാണ്. ആകെയുള്ളത് ആ ജംഗ്ഷനിലെത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു പലചരക്ക് കട മാത്രമായിരുന്നു. ഞാൻ ഇരുവശങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് കാർ ഓടിച്ചുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ റോഡിലേക്ക് കയറി നിന്ന് കൈ ഉയർത്തി കാണിച്ചു. അത് അയാളായിരുന്നു. ഞാൻ കാർ ആ ഭാഗത്തേക്ക് തിരിച്ച് തുറന്നു കിടക്കുന്ന ഗേറ്റിലൂടെ അകത്തേക്ക് കയറ്റി പോർച്ചിൽ നിർത്തി. അതിനിടയിൽ ഞാൻ അവിടെ മാറി ഒന്ന് കണ്ണോടിച്ചു. ഏതാണ്ട് 15-20 സെന്റ് പറമ്പിന് ഒത്ത നടുവിൽ ഒരു 2 നില വീട്. പറമ്പിന് ചുറ്റും അതിരുകളെ തമ്മിൽ വേർതിരിച്ചുകൊണ്ട് അത്രയൊന്നും ഉയരമില്ലാത്ത മതിൽക്കെട്ട്. മുമ്പേതോ പണക്കാരൻ പ്രവാസി നിർമ്മിച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. വീടിന് നല്ല പഴക്കമുണ്ട്. കുറഞ്ഞത് ഒരു 40 കൊല്ലം മുമ്പെങ്കിലും പണിതതായിരിക്കണം. ഞാൻ രഘു. കാറിൽ നിന്നും ഇറങ്ങിയ എനിക്ക് കൈതന്നുകൊണ്ട് 50-നടുത്ത് പ്രായം തോന്നിക്കുന്ന കർഷകരുടേതുപോലെ നല്ല ആരോഗ്യമുള്ള പ്രകൃതമുള്ള അയാൾ പറഞ്ഞു. പ്രണവ്. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. ഈ വീടും പറമ്പുമൊക്കെ ആഷിക്കിന്റെ വകയിലൊരു വലിയപ്പാന്റെയാണ്. 10-40 കൊല്ലം മുമ്പ് പണിതതാണ്. മുമ്പ് അവരൊക്കെ ഇവിടെയായിരുന്നു താമസം. പിന്നെ കുട്ടികളൊക്കെ മുതിർന്നപ്പോൾ അവർ അവരുടേതായ ലോകം തേടി ഇറങ്ങി. എന്ന് വെച്ചാലും വഴിതെറ്റി പോവുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പലരും വിദേശത്ത് നല്ല നിലയിൽ ജീവിക്കുകയാണ്. പരിസരം മുഴുവൻ ചുറ്റിക്കാണിക്കുന്നതിനിടയിൽ രഘുചേട്ടൻ പറഞ്ഞു. പറമ്പിൽ കാര്യമായ വൃക്ഷങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ഗേറ്റ് കടന്ന് കയറി ചെല്ലുന്നതിന്റെ വലതുഭാഗത്ത് ഒരു മാവ് മാത്രമാണ്. 40 കൊല്ലം മുമ്പ് ഇതുപോലൊരു വീട് പണിയണമെങ്കിൽ അവർ എത്രമാത്രം സമ്പന്നരായിരുന്നിരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. പറമ്പ് മുഴുവൻ കാണിച്ചു തരുന്നതിനിടയിൽ രഘുചേട്ടൻ തൊട്ടടുത്ത പറമ്പിലേക്ക് വിരൽ ചൂണ്ടി. അവിടേക്ക് പോകരുത് കേട്ടോ, ഉപദേശ രൂപേണ പുള്ളിക്കാരൻ പറഞ്ഞു. എന്തുപറ്റി? ഞാൻ ചോദിച്ചു. മുമ്പ് ഈ വീട്ടിൽ കുറച്ച് ജോലിക്കാർ പയ്യന്മാരായിരുന്നു താമസിച്ചിരുന്നത്. ജോലിക്കാർ എന്ന് വെച്ചാൽ ഈ വീടുകളിലൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന പിള്ളേരില്ലേ, അവരൊക്കെ. ഒരു ദിവസം ഞാൻ പണിക്കാരെയും കൂട്ടി പറമ്പ് വൃത്തിയാക്കാൻ വന്നപ്പോൾ ആ മരത്തിന്റെ ചുവട്ടിൽ അവരിൽ ഒരാൾ ബോധം കെട്ട് കിടക്കുന്നതാണ് കണ്ടത്. അത് കേട്ട് ഞാൻ രഘുചേട്ടൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അവിടെ ഒരു ചെമ്പകമരം നിൽപ്പുണ്ടായിരുന്നു. ഏത്? ആ മരത്തിന്റെ ചുവട്ടിലാണോ? അവിടേക്ക് ചുവട് വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. അവിടേക്കൊന്നും പോണ്ട മോനെ എന്നും പറഞ്ഞ് രഘുചേട്ടൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ഞാൻ എതിർത്ത് പോകാൻ നിന്നില്ല. വന്നിട്ടല്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. പറമ്പും പരിസരവുമൊക്കെ ഒന്ന് നടന്നു കണ്ട ശേഷം ഞങ്ങൾ വീടിനകത്തേക്ക് കയറി. നല്ല വലിപ്പമുള്ള ഹാളും മുറികളും. ഞാൻ മുകൾ നിലയിലേക്ക് ചെന്നു. താഴത്തെ നിലയിൽ എല്ലാ മുറികളിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. മുകളിൽ ആകെയുള്ളത് ഒരു കോമൺ ബാത്റൂം മാത്രമാണ്. എന്നിട്ടും എനിക്കിഷ്ടപ്പെട്ടത് മുകൾ നിലയിലെ ഒരു മുറിയായിരുന്നു. എൻ്റെ വരവിൻ്റെ ഉദ്ദേശമൊന്നും രഘുചേട്ടൻ അറിയില്ല. ഏകാന്തനായിരുന്ന് ഒരു നോവൽ എഴുതാൻ വേണ്ടി വന്നതാണ് എന്ന് മാത്രമേ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ ബാഗും മറ്റും മുറിയിലേക്ക് എടുത്തു വെച്ചു. വീടിന്റെ താക്കോൽ എനിക്ക് കൈമാറിയ ശേഷം രഘുചേട്ടൻ മടങ്ങി. ഞാൻ വീട്ടിൽ തനിച്ചായി. അപ്പോഴാണ് ഈ പ്രദേശം എത്രമാത്രം വിജനമാണ് എന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത്. എങ്ങു നിന്നും ഒരൊച്ചയോ അനക്കമോ ഒന്നും കേൾക്കുന്നില്ല. അതിനിൽ ഒരുതരം അസ്വസ്ഥത സൃഷ്ടിച്ചു. കാരണം ജീവിതത്തിൽ ഇതാദ്യമായാണ് ഞാൻ ഇതുപോലൊരു നിശബ്ദത അനുഭവിക്കുന്നത്. നല്ല യാത്രാക്ഷീണമുണ്ട്. നാളെ മുതൽ എഴുത്താരംഭിക്കണം. സമയം 8 മണിയാവുന്നതേയുള്ളൂ. ഒന്ന് ഫ്രഷായി വന്ന ശേഷം ഞാൻ നേരെ കട്ടിലിലേക്ക് ചാഞ്ഞു. കിടന്നയുടനെ ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി ഉറക്കത്തിൽ ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു. ആരുടെയൊക്കെയോ കരച്ചിലും നിലവിളികളും കാതിൽ മുഴങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിന്റെ മൂർധന്യാവസ്ഥയിൽ ഞാൻ ഞെട്ടി കണ്ണു തുറന്നു.
ഉറക്കത്തിൽ നിന്നും ഉണർന്നിട്ടും ഒരു നിമിഷ നേരത്തേക്ക് ആ ശബ്ദങ്ങൾ എനിക്ക് ചുറ്റും അലയടിച്ചു നിന്നു. പരിഭ്രാന്തനായ ഞാൻ അരികിലെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഫോൺ തപ്പിയെടുത്ത് ഫ്ലാഷ് ഓൺ ചെയ്തു. ചിവീടുകളുടെ ശബ്ദമൊഴിച്ചാൽ അവിടം പൂർണ്ണ നിശബ്ദമായിരുന്നു. കട്ടിലിൽ ഇരിക്കുമ്പോൾ ഞാനാകെ വിയർത്തു കുളിച്ചിരുന്നു. ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് ചൂടനുഭവപ്പെട്ടു. ഞാൻ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്ത ശേഷം ജനാലക്കരികിലേക്ക് ചെന്ന് അതിന്റെ ഒരു പാളി തുറന്നിട്ടു. ഉടനെ മുറിക്കുള്ളിലേക്ക് തണുത്ത കാറ്റ് വീശിയടിക്കാൻ ആരംഭിച്ചു. അതോടൊപ്പം മുറിയിൽ ചെമ്പകപ്പൂവിന്റെ ഗന്ധം നിറയുന്നത് ഞാൻ അറിഞ്ഞു. വൈകുന്നേരം രഘുചേട്ടൻ പോകരുതെന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് അടുത്ത പറമ്പിലെ ഒരു ചെമ്പകമരമായിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ മരം കാണാമോ എന്ന് നോക്കി. ഇല്ല, അത് വീടിന്റെ തെക്ക് ഭാഗത്താണ്. ഞാൻ മുറിയുടെ തെക്കേ ജനാല തുറന്നു. നേർത്ത നിലാവിൽ ആ പറമ്പും ചെമ്പകമരവും അവ്യക്തമായി കാണാമായിരുന്നു. ഇത് ചെമ്പകം പൂക്കുന്ന സമയമല്ല എന്നറിയാവുന്നത് കൊണ്ട് എനിക്ക് ചെറിയ പരിഭ്രമം തോന്നി. ജനാലയടയ്ക്കാൻ പുറത്തേക്ക് കൈയിട്ട ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി. ആ മരത്തിന്റെ ചില്ലയിൽ ആരോ കയറിൽ തൂങ്ങിക്കിടക്കുന്നു. വെളിച്ചം കുറവായിരുന്നതുകൊണ്ട് കാഴ്ച അത്ര വ്യക്തമല്ല. ഒരു നിമിഷത്തേക്കൊന്ന് പകച്ചുപോയെങ്കിലും ഉടനെ തന്നെ ഞാൻ സമചിത്തത വീണ്ടെടുത്തു. ബാഗിൽ നിന്നും ഗൾഫിൽ വെച്ച് വാങ്ങിച്ച ബ്രൈറ്റ് ലൈറ്റിന്റെ ടോർച്ച് എടുത്ത് ഞാൻ മരത്തിന്റെ നേർക്ക് തെളിച്ചു നോക്കി. അവിടം ശൂന്യമായിരുന്നു. നിഴൽ സൃഷ്ടിച്ച ഒരു മായക്കാഴ്ചയായിരുന്നു അത്. ജനാലയടയ്ക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എന്റെ കയ്യിലിരിക്കുന്ന നീളം ടോർച്ചിന്റെ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന മരത്തിനെ സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിച്ചു. ആരുമില്ലെന്ന് വ്യക്തം. ഞാൻ ആശ്വാസത്തോടെ ജനാലയടച്ച് തിരികെ കട്ടിലിൽ വന്നിരുന്നു. മുറിക്കുള്ളിലെ ചൂട് ശമിച്ചിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങാനായി കിടന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം മുഴുവൻ അടുത്ത പറമ്പിൽ നിന്നുകൊണ്ട് ആരോ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന അസ്വസ്ഥാജനകമായ ഒരു തോന്നൽ എന്നിൽ അലയടിച്ചുകൊണ്ടിരുന്നു. കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അതിനോട് മല്ലിട്ട് ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ പതിവിലും വൈകിയാണ് ഞാൻ ഉണർന്നത്. സൂര്യപ്രകാശം കിഴക്ക് ഭാഗത്തെ ചില്ല് ജനാലയിലൂടെ മുറിക്കുള്ളിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ചെന്ന് ആ ജനൽപ്പാളി തുറന്ന് റോഡിനപ്പുറത്തേക്ക് നോക്കി. എങ്ങും പച്ചപ്പിൽ പൊതിഞ്ഞ വൻവൃക്ഷങ്ങൾ മാത്രം. നേർത്ത മൂടൽമഞ്ഞ് അവയ്ക്കിടയിൽ തങ്ങി നിൽക്കുന്നു. അതിനെ കീറി മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ നേർത്ത നാടകൾ പോലെ അടയാളങ്ങൾ തീർത്തു. ചുറ്റിലും കിളികളുടെ കളകളാരവം. ഒരിടത്തു നിന്നും ഒരു വാഹനത്തിന്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല. ഒരു ദശാബ്ദത്തിലധികം മരുഭൂമിയെ കണ്ട് ശീലിച്ച എന്റെ കണ്ണുകൾക്ക് അതൊരു കുളിർമയായിരുന്നു. പണ്ടെങ്ങോ കുഴിച്ചു മൂടപ്പെട്ട സർഗാത്മകത മുളപൊട്ടി ഉയരുന്നത് അവിടെ നിൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞു. ഞാൻ ഷൂ എടുത്തിട്ട് വീടിന് പുറത്തേക്കിറങ്ങി. നല്ല തണുത്ത കാലാവസ്ഥ. അതിനെ മറികടക്കാൻ ഇളം വെയിൽ സമ്മാനിച്ച ഊഷ്മളതയും അനുഭവിച്ചുകൊണ്ട് മുന്നിലുള്ള റോഡിലൂടെ ഞാൻ അലക്ഷ്യമായി നടന്നു. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു തരിശുഭൂമിയിൽ എത്തപ്പെട്ടു. അതൊരു പാറയുടെ മുകൾ ഭാഗമോ മറ്റോ ആയിരുന്നു. അതിന്റെ ഒരു മൂലയിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടുണ്ടായിരുന്നു. ഞാൻ അതിനടുത്തേക്ക് ചെന്നു. ഒരു കൊച്ചു വീടായിരുന്നു അതെന്ന് കാഴ്ചയിൽ വ്യക്തമാണ്. ചുമരുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിലംപരിശായിരിക്കുന്നു. അവശേഷിച്ച ഇടങ്ങളിലാകട്ടെ കാട്ടുചെടികൾ സ്ഥാനം പിടിച്ചിട്ടുമുണ്ട്. മുമ്പ് ആരോ തങ്ങളുടെ കൊച്ചു സ്വപ്നങ്ങൾക്ക് വേണ്ടി കെട്ടിപ്പടുത്തതായിരിക്കും ഈ വീടും. ഒരു കാലത്ത് ഏതോ ഒരു കുടുംബം അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞിരിക്കണം. വീടിന് മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ ചെമ്പകപ്പൂവിന്റെ ഗന്ധവും പേറി ഒരു ഇളം കാറ്റ് എന്നെ കടന്നുപോയി. അടുത്തെവിടെയെങ്കിലും ചെമ്പകമരം കാണുമായിരിക്കും. പക്ഷെ ഇത് ചെമ്പകം പൂക്കുന്ന കാലമല്ല. അവിടെയൊക്കെ ഒന്ന് നടന്ന ശേഷം ഞാൻ പാറ പോലെയുള്ള ആ പ്രദേശത്തിന്റെ അറ്റത്തേക്ക് ചെന്നു. അതിമനോഹരമായിരുന്നു അവിടെ നിന്നാലുള്ള കാഴ്ച. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന താഴ്വാരം. ഇടയിൽ ചെറിയ കുന്നുകൾ ഉയർന്നു നിൽക്കുന്നു. അങ്ങേയറ്റത്ത് ആകാശത്തിൽ നീലച്ചായം ചാരിച്ചതുപോലെ തലയുയർത്തി നിൽക്കുന്ന ഏതോ മലനിരകൾ. അവയ്ക്കിടയിൽ നിന്നും ഉയർന്നു പൊങ്ങി വരുന്ന സൂര്യൻ. താഴ്വാരം നിറയെ പച്ചപ്പ് തന്നെയാണ്. കെട്ടിടങ്ങളോ മറ്റു മനുഷ്യനിർമ്മിതികളോ ഒന്നും കാണുന്നില്ല. നല്ല തണുത്ത കാറ്റ് ഇടതടവില്ലാതെ വീശിക്കൊണ്ടിരിക്കുന്നു. വിശപ്പും ദാഹവും മറന്ന് ഞാൻ അവിടെ കുറേ നേരം നിന്നുപോയി. വെയിലിന്റെ കാഠിന്യം കൂടി വരുന്നതായി അനുഭവപ്പെട്ടപ്പോഴാണ് ഞാൻ തിരികെ വീട്ടിലേക്ക് പോയത്. പ്രഭാത സവാരി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഞാനൊന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് പ്രാതലും കഴിച്ച് അടുത്തുള്ള ജംഗ്ഷൻ വരെ പോയി. ഇന്നു മുതൽ എഴുത്താരംഭിക്കണം. ഇപ്പോഴത്തെ പല എഴുത്തുകാരും ലാപ്ടോപ്പിലാണ് കഥകൾ എഴുതുന്നത്. പക്ഷെ എനിക്കിഷ്ടം പണ്ടത്തേതുപോലെ പേപ്പറിൽ തന്നെ എഴുതാനാണ്. ജംഗ്ഷനിലെത്തി അവിടേക്ക് ഒന്ന് കറങ്ങിയ ശേഷം ഞാൻ പറ്റിയ ഒരു സ്റ്റേഷനറി കട കണ്ടെത്തി. ആ കട നടത്തുന്നത് അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ കടയിലേക്ക് തന്നെ പോയത്. കടയിലേക്ക് ചെന്ന് ഞാൻ ഒരു ബണ്ടിൽ A4 ഷീറ്റ് വാങ്ങിച്ചു. അതിന്റെ പൈസ കൊടുക്കാൻ നേരം ഏതെങ്കിലും ഓഫീസിലേക്കാണോ, ബില്ല് വേണോ എന്നൊക്കെ കടക്കാരൻ ചോദിച്ചു. ബില്ലൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് സംശയം തുടങ്ങി. വേറെ എവിടേക്കാ? വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ അയാൾ ചോദിച്ചു. ഞാൻ ഒരു നോവൽ എഴുതാൻ വന്നതാണെന്നും താമസിക്കുന്നത് എവിടെയാണെന്നുമൊക്കെ അയാളോട് പറഞ്ഞു.
പക്ഷെ എന്തിനെക്കുറിച്ചുള്ള നോവലാണെന്ന കാര്യം ഞാൻ മറച്ചുവെച്ചു. എന്നാൽ താമസ സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യം ഞാൻ മനഃപൂർവ്വം എടുത്തിട്ടതായിരുന്നു. അയാളെ ഒന്ന് ചികഞ്ഞാൽ അവിടെ നടന്ന പല സംഭവങ്ങളും അറിയാൻ കഴിയും. എഴുത്തുകാരനാണെന്നറിഞ്ഞതോടെ അയാൾക്ക് ആവേശമായി. ഏറെ നേരം അയാൾ എഴുത്തിനെക്കുറിച്ചും അയാൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. അതിനിടയിൽ തന്ത്രപൂർവ്വം വിഷയം ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിനെ കുറിച്ചാക്കി മാറ്റി. ആ വീടിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ അയാൾ പതിയെ അവിടെ ഉണ്ടായിരുന്ന മറ്റു വീട്ടുകാരെ കുറിച്ച് പറയാൻ തുടങ്ങി. അത് അയാളിൽ ചില ഭാവമാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതുവരെ സൗമ്യഭാവമായിരുന്ന മുഖം രോഷത്താൽ വലിഞ്ഞു മുറുകിയത് വളരെ വേഗത്തിലായിരുന്നു. എനിക്ക് ആകാംക്ഷയായി. ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അതിലേക്ക് തന്നെയാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന വീടിന്റെ തെക്കുഭാഗത്ത് മറ്റൊരു വീടുണ്ടായിരുന്നുവെന്നും അവിടെ താമസിച്ചിരുന്ന പയ്യനും കൂട്ടുകാരും ചേർന്ന് ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതും ഒടുവിൽ നീതി നിഷേധത്തെ തുടർന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമൊക്കെ വേദനയോടെ അയാൾ പറഞ്ഞു തീർത്തു. ആ സമയം അയാളുടെ മുഖത്ത് പ്രകടമായ വേദനയിൽ നിന്നും അയാളെ വിശ്വസിക്കാമെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ എൻ്റെ യഥാർത്ഥ ഉദ്ദേശം അയാളോട് പറഞ്ഞു. അത് കേട്ടതും മോന് കോടി പുണ്യം കിട്ടുമെന്ന് എൻ്റെ 2 കൈകളും കവർന്നുകൊണ്ട് അയാൾ പറഞ്ഞു. അതുകൂടാതെ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്നും ആൾ അറിയിച്ചു. ഞാൻ ആഗ്രഹിച്ച മറുപടി അയാളിൽ നിന്നും ചോദിക്കാതെ തന്നെ ലഭിച്ചു. അറിയാൻ കുറേയുണ്ട്. ഒന്നും വിട്ടുപോകാതെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കണം. ഞാൻ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചവരെക്കുറിച്ചും അവർ ഇപ്പോൾ എവിടെയാണ് താമസം എന്നതുമെല്ലാം ചോദിച്ചറിഞ്ഞു. എന്തായാലും ആ സ്ഥലങ്ങളൊന്ന് കണ്ടിരിക്കണമെന്ന് തീരുമാനിച്ച് ഞാൻ കടയിൽ നിന്നും ഇറങ്ങി. ആകെ 3 പേരാണ് ആ ക്രൂരകൃത്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അവരാണെങ്കിൽ ഈ നാട്ടിൽ നിന്നും കുറച്ചകലേക്ക് താമസം മാറുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ പോയത് ദീപക് എന്ന ചെറുപ്പക്കാരന്റെ വീടന്വേഷിച്ചായിരുന്നു. അവനുമായി പീഡനത്തിനിരയായ പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു അവനും കുടുംബവും മുമ്പ് താമസിച്ചിരുന്നത്. ആ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 15 കിലോമീറ്ററോളം ദൂരെ നഗരമധ്യത്തിലെ വലിയൊരു വീട്ടിലാണ് ഇപ്പോഴവർ കഴിയുന്നത്. ഞാൻ ആ വീടിന് അല്പം അകലെ കാർ ഒതുക്കി നിർത്തിയ ശേഷം അടുത്ത് കണ്ട ഒരു ബേക്കറിയിലേക്ക് കയറി. അവിടെ നിന്നും ഒരു ഗ്ലാസ് ജ്യൂസും വാങ്ങി ഞാൻ ആ വീട് കാണാവുന്ന ഭാഗത്തേക്ക് നീങ്ങി നിന്നു. നല്ല തിരക്കുള്ള സമയമായിരുന്നതുകൊണ്ട് ആരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ജ്യൂസ് കുടിച്ചു തീർത്ത ശേഷം കുറച്ചു നേരത്തേക്ക് ഞാൻ ആ ഭാഗത്ത് തന്നെ ചുറ്റിപ്പറ്റി നിന്നു. അതിനിടയിൽ വീടിന്റെ ഗേറ്റ് തുറക്കുന്നത് കണ്ടു. ഉടനെ തന്നെ ഒരു കറുത്ത ലക്ഷറി കാർ വെളിയിലേക്ക് വന്നു. സൺഗ്ലാസ് വെച്ച 25-നടുത്ത് പ്രായം തോന്നിക്കുന്ന ചുരുളൻ മുടിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അത് ഓടിച്ചിരുന്നത്. കാറിനുള്ളിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതായിരിക്കും ദീപക് എന്ന് ഞാൻ ഊഹിച്ചു. പക്ഷെ ഊഹം കൊണ്ട് മാത്രമായില്ല, ശരിക്കും ഉറപ്പിക്കണം. കാരണം നോവൽ പുറത്തിറങ്ങുമ്പോൾ അത് വായിക്കുന്ന ഓരോരുത്തർക്കും ആ ദുഷ്ടജന്മങ്ങളെ മനസ്സിൽ കാണാൻ കഴിയണം. അതുകൊണ്ട് തന്നെ കാർ കാഴ്ചയിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ജ്യൂസിന്റെ പൈസ കൊടുക്കാൻ നേരം ആ ബേക്കറിയിൽ ഒന്ന് അന്വേഷിച്ച് ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയല്ലേ അതെന്ന് ഉറപ്പാക്കി. അതിനുശേഷം ഞാൻ മറ്റു 2 പേരുടെ വീടുകളും കൂടി കണ്ടെത്തി. അതിൽ ഒരാളുടെ പേര് ജിംസൺ എന്നും മറ്റേയാളുടേത് ജിതിൻലാൽ എന്നുമായിരുന്നു. ഞാൻ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആ സ്ഥലങ്ങളിൽ ചെറുതായൊരു അന്വേഷണം നടത്തി. സമയം വൈകുന്നേരത്തോടടുത്തിരുന്നു. അത്യാവശ്യം വേണ്ട ചില വിവരങ്ങൾ തപ്പിയെടുത്ത ശേഷം ഞാൻ വീട്ടിലേക്ക് മടങ്ങി. മുകൾ നിലയിലെ മുറിയിൽ മേശപ്പുറത്ത് എഴുതാനുള്ള കടലാസം വെച്ച് തുറന്നിട്ട ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി ഞാനിരുന്നു. പുറത്ത് ഇരുൾ പടർന്നു തുടങ്ങിയിരിക്കുന്നു. എവിടെ നിന്നും ആരംഭിക്കണം? എന്താണ് ആദ്യം എഴുതേണ്ടത്? ഈ നാടിനെക്കുറിച്ചോ അതോ അവളെക്കുറിച്ചോ? അതോ ഇനി അവളെ ഉപദ്രവിച്ചവരെക്കുറിച്ചോ? ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. അവൾ അനശ്വര. അല്പനേരത്തെ ആശയക്കുഴപ്പത്തിനൊടുവിൽ ഞാൻ എഴുതി. ഉടനെ മുറിക്കുള്ളിലേക്ക് ശക്തിയായി കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. എഴുതാൻ എടുത്തു വെച്ചിരുന്ന കടലാസുകൾ ഉയർന്നു പൊങ്ങി. ചെമ്പകപ്പൂവിന്റെയും രക്തത്തിന്റെയും ഗന്ധം തമ്മിൽ കലർന്ന മുറിയിൽ വ്യാപിച്ചു. എനിക്കാകെ പരിഭ്രമമായി. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എവിടെ നിന്നുമാണ് ഈ ചോരയുടെ മണം വരുന്നത്? ഞാൻ എഴുന്നേറ്റ് ജനാലയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കാണാവുന്ന ഭാഗത്തേക്കെല്ലാം നോക്കി. വെളിച്ചം കുറവായിരുന്നതുകൊണ്ടായിരിക്കണം, അസ്വാഭാവികമായി ഒന്നും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ ചെമ്പക മരത്തിന് നേർക്ക് നോക്കുന്നത് വരെ തളച്ചിട്ടതുപോലെ എൻ്റെ നോട്ടം ആ മരത്തിന്റെ ചുവട്ടിൽ തങ്ങി നിന്നു. അവിടെ ആരോ നിൽക്കുന്നുണ്ട്. അതൊരു സ്ത്രീയാണെന്നാണ് തോന്നുന്നത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലവും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന്റെ ഭാവവും ആ സ്ത്രീയുടെ സാന്നിധ്യവും ചേർന്ന് എന്നെ ഭയപ്പെടുത്താൻ തുടങ്ങി. വർഷങ്ങളായി ഞാൻ ഭയമെന്ന വികാരം അനുഭവിച്ചിട്ട് അതിന് യോജിച്ച ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ജീവിച്ചിരുന്നത് എന്നത് തന്നെയായിരുന്നു അതിനുള്ള കാരണം. ചില ഞെട്ടലുകൾക്കും ഉത്കണ്ഠകൾക്കും അപ്പുറം ഇന്നേ വരെ ഒന്നിനെയും ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ അപ്രതീക്ഷിത സാഹചര്യത്തിൽ ഞാൻ പകച്ചു പോവുകയാണ് ചെയ്തത്. ഏതാനും നിമിഷ നേരത്തേക്ക് ഞാൻ അവിടെ തന്നെ നിന്നു.
കാറ്റിന്റെ ശക്തി ഒട്ടും കുറയാതെ തന്നെ തുടരുകയാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ ചെറുതായി ധൈര്യം തോന്നി തുടങ്ങി. ക്രമേണ അത് ഭയത്തെ അടിച്ചമർത്താൻ ആരംഭിച്ചു. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ആ ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ ടോർച്ചും കയ്യിലെടുത്ത് വീടിന് പുറത്തേക്കിറങ്ങി. ചെമ്പക മരത്തിന് നേർക്ക് ചുവടുവയ്ക്കുമ്പോൾ നുരഞ്ഞു പൊന്തി വരാൻ ശ്രമിക്കുന്ന ഭയത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ നടത്തം തുടർന്നു. അതോടെ എന്നിൽ നിന്നും ഭയം അശേഷമില്ലാതായി. ധീരത ഒരു പേശി പോലെയാണ്, ഉപയോഗിക്കും തോറും അത് കരുത്താർജിക്കുമെന്ന് പണ്ടാരോ പറഞ്ഞത് എത്ര ശരിയാണ്. നടന്ന് ഞാൻ പറമ്പിനതിരിലെ ഉയരം കുറഞ്ഞ മതിൽക്കെട്ടിനരികിലെത്തി. അതിനപ്പുറത്തെ ചെമ്പക മരച്ചോട്ടിൽ നിൽക്കുന്ന സ്ത്രീ രൂപത്തെ ഞാൻ വ്യക്തമായി കണ്ടു. എനിക്ക് പുറംതിരിഞ്ഞായിരുന്നു അവൾ നിന്നിരുന്നതെങ്കിലും ഏതാണ്ട് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ സമൃദ്ധമായ മുടിയിഴകൾ ശക്തമായ കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. ആരാണ് നീ? ദൃഢമായ ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു. മറുപടി വന്നില്ല. അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. രക്തത്തിന്റെ ഗന്ധം വമിക്കുന്നത് അവളിൽ നിന്നുമാണ്, ഒപ്പം ആ ചെമ്പകത്തിന്റെ ഗന്ധവും. എങ്കിലും ധൈര്യസമേതം ഞാൻ ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു. ചോദിച്ചത് കേട്ടില്ലേ, ആരാണെന്ന്? പെട്ടെന്ന് അവളുടെ മുടിയിൽ ആരോപരമായി പിടിച്ചു വലിച്ചിട്ടെന്ന പോലെ തല മുകളിലേക്ക് മലർന്ന് മുഖം എനിക്ക് നേരെയായി. ഞാൻ ഒന്ന് ഞെട്ടി പുറകോട്ട് ആഞ്ഞുപോയി. എങ്കിലും ഉടനെ തന്നെ ഞാൻ സമചിത്തത വീണ്ടെടുത്തു. ആരാണ് നീ? നിനക്കെന്താണ് വേണ്ടത്? ഞാൻ വീണ്ടും ചോദിച്ചു. ഇത്തവണ അവൾ പതിയെ എനിക്ക് നേരെ തിരിഞ്ഞു നിന്നു. തെളിച്ചു വെച്ചിരുന്ന ടോർച്ചിന്റെ പ്രകാശത്തിൽ ഞാൻ അവളെ കണ്ടു. ഭയത്താൽ എന്ന വണ്ണം പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന രക്തനിറമാർന്ന കണ്ണുകൾ, മുഖത്ത് നിറയെ മുറിവുകൾ, വായിലൂടെയും മൂക്കിലൂടെയും രക്തം പുറത്തേക്ക് ഒഴുകുന്നു. കഴുത്തിനു കുറുകെ കയറുകൊണ്ട് മുറുക്കിയതുപോലെയുള്ള അടയാളം. ഏതൊരാളെയും ഭയപ്പെടുത്താൻ പോകുന്ന രൂപഭാവങ്ങൾ. എന്നിട്ടും ഞാൻ പതറാതെ പിടിച്ചു നിന്നു. ഉടനെ അവളുടെ തൊണ്ടയിൽ നിന്നും വിചിത്രമായ ഒരു ശബ്ദം പുറത്തു വന്നു. ആദ്യം അത് ഒരു ഞരക്കം മാത്രമായിരുന്നെങ്കിൽ പതിയെ അതൊരു അലർച്ചയായി മാറി. അതെന്റെ കർണപുടങ്ങളെ തകർക്കുമെന്ന് തോന്നിയ നിമിഷത്തിൽ ഞാൻ ചെവികൾ പൊത്തി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ ശബ്ദം നിലച്ചു. പക്ഷെ അപ്പോഴേക്കും ഒരു കാര്യം എനിക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നു. അവളൊരു സാധാരണ പെൺകുട്ടിയല്ല. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഒന്ന്, ഒരിക്കലും ഒരു മനുഷ്യന് ഇത്ര ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. 2, അവളുടെ കാലുകൾ മണ്ണിൽ സ്പർശിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും തിരിഞ്ഞോടാൻ എനിക്ക് തോന്നിയില്ല. എന്തിനേയും നേരിടുക എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. നീ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ വീണ്ടും ചോദിച്ചു. അതോടെ അവളുടെ മുഖത്തെ ഭാവം ഭയത്തിൽ നിന്നും ദുഃഖത്തിലേക്ക് മാറി. കണ്ണുകൾ നിറഞ്ഞ് കവിളുകളിൽ നീർച്ചാലുകൾ തീർത്തു. അതുവരെ താഴേക്കായിരുന്ന കണ്ണുകൾ ഉയർത്തി അവൾ എനിക്ക് നേരെ നോക്കി. ആ കണ്ണുകൾ എന്നോട് എന്തോ സംവദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി നിൽക്കെ പെട്ടെന്ന് അവൾ അപ്രത്യക്ഷയായി. ഞാൻ ചുറ്റിലും ലൈറ്റ് വീശി തെളിച്ചു നോക്കി. അവളെ എങ്ങും കാണുന്നില്ല. ആ സമയം എന്തായിരുന്നു അവളുടെ മുഖത്ത് കണ്ട ഭാവം? എന്തായിരുന്നു ആ കണ്ണുകൾ എന്നോട് പറഞ്ഞത്? അവൾ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നോ? ആണെങ്കിൽ തന്നെ എന്ത് സഹായം? അവൾ ശരിക്കും ആരാണ്? ഞാൻ അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ചു. ഒന്നിനും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. അല്പനേരത്തിന് ശേഷം ചിന്തകളുടെ ഊരാക്കുടുക്കിൽ നിന്നും പുറത്തു കടന്നപ്പോഴാണ് കാറ്റ് ശമിച്ചിരുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. തിരികെ മുറിക്കുള്ളിലെത്തിയ ശേഷം ഞാൻ ആഷിക്കിനെ വിളിക്കാനായി ഫോൺ എടുത്തു. അപ്പോഴാണ് അതിലെ സമയം ഞാൻ ശ്രദ്ധിക്കുന്നത്. പുലർച്ചെ 1:30. അത് കണ്ട എനിക്ക് ആകെ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം അനുഭവപ്പെട്ടു. വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ് ഞാൻ എഴുതാനായിരുന്നത്. ഉടനെ തന്നെ കാറ്റ് വീശുകയും ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. ഏറി വന്നാൽ പുറത്തൊരു 10 മിനിറ്റ് നേരം ഞാൻ ചെലവഴിച്ച് കാണും. പക്ഷെ ഫോണിൽ കാണിക്കുന്ന സമയം പ്രകാരം ഞാൻ അവിടെ ഒരു 4.5 മണിക്കൂർ നേരമെങ്കിലും നിന്ന് കാണുമെന്നാണ്. എന്തായാലും ഇന്നിനി അവനെ വിളിക്കണ്ട. അവിടെ ഇപ്പോൾ സമയം ഒരു 11 മണിയായി കാണും. നാളെ ആവട്ടെ. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോന്ന് ചിന്തിച്ച് ഞാൻ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. ഞാൻ കണ്ട കാഴ്ചയെക്കുറിച്ച് തന്നെയായിരുന്നു എൻ്റെ ചിന്തകൾ മുഴുവൻ. ഞാൻ കണ്ടത് ഒരു സാധാരണ പെൺകുട്ടിയെയല്ല എന്ന് എനിക്കുറപ്പാണ്. അവളൊരു പ്രേതമായിരിക്കുമോ? അതോ ഇനി വല്ല അമാനുഷിക ശക്തിയോ? രണ്ടായാലും എനിക്ക് അല്പം പോലും ഭയം തോന്നുന്നില്ല എന്നത് എന്നെ അതിശയിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ആഷിക്കിനെ ഫോണിൽ വിളിച്ച് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിച്ചു. സംഘടിപ്പിച്ചു തരാമെന്ന് അവൻ പറയുകയും ചെയ്തു. തലേന്ന് രാത്രി നടന്ന സംഭവം മുഴുവൻ ഞാൻ അവനിൽ നിന്നും മറച്ചു വെച്ചു. അല്ലെങ്കിലേ അവൻ ഒരു പിന്തിരിപ്പൻ മട്ടാണ്. ഇതുകൂടി കേട്ടാ പിന്നെ നാട്ടിലേക്ക് വിട്ടോളാൻ പറയും. ഏതാണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ആഷിക്കിന്റെ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. അത് തുറന്നു നോക്കിയ എൻ്റെ കയ്യിലിരുന്ന ഫോൺ വിറച്ചു. അതിൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോയും പേരുമായിരുന്നു ഉണ്ടായിരുന്നത്.
ഞാൻ തലേന്ന് രാത്രി കണ്ട അതേ മുഖം മാത്രമല്ല, ഞാൻ കടലാസിൽ എഴുതിയ അതേ പേര് തന്നെയായിരുന്നു അവളുടെ യഥാർത്ഥ പേര്, അനശ്വര. എഴുതാനിരുന്ന സമയത്ത് ആ പേര് ആരോ മന്ത്രിച്ചതുപോലെ മനസ്സിലേക്ക് കടന്നു വരികയായിരുന്നു. അത് കേവലം യാദൃശ്ചികം മാത്രമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ അവളുടെ ആത്മാവ് ഇവിടെ തന്നെ കാണും. മോക്ഷം കിട്ടാതെ അത് നീതി തേടി ഇവിടെയൊക്കെ അലയുന്നുണ്ടാവണം. അതായിരിക്കും ഞാൻ ഇന്നലെ രാത്രി കണ്ടതും. അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടുമുമ്പ് അവളുടെ കണ്ണുകളിൽ കണ്ട ഭാവത്തിന്റെ അർത്ഥം എന്തെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവൾ ശരിക്കും സഹായം അഭ്യർത്ഥിക്കുക തന്നെയായിരുന്നു. ഞാൻ അവളെ സഹായിക്കും. എന്തൊക്കെ തന്നെ നേരിടേണ്ടി വന്നാലും ശരി, ഞാൻ മനസ്സിലുറച്ചു. ശരിക്കു പറഞ്ഞാൽ അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ. ഒരു വ്യത്യാസം മാത്രം, ഞാൻ എൻ്റെതായ രീതിയിൽ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയായിരുന്നു. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അന്ന് പകൽ മുഴുവൻ ഞാൻ യാത്രയിലായിരുന്നു. ദീപകിനെ കുറിച്ചും അവന്റെ സുഹൃത്തുക്കളെക്കുറിച്ചും പറ്റാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം പോയ സ്ഥലങ്ങളിൽ ചെന്ന് വിശദമായ ഒരന്വേഷണം നടത്തി. ദീപക്കും അവന്റെ സുഹൃത്തുക്കളായ ജിൻസണും ജിതിൻലാലും ചേർന്ന് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി നടത്തുകയാണ് എന്ന് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി. അതെവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞ ശേഷം ഞാൻ ആ സ്ഥാപനത്തിന്റെ അടുത്തും ചെന്ന് ചില അന്വേഷണങ്ങൾ നടത്തി. അപ്പോഴെല്ലാം അവരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഞാൻ പ്രത്യേക ശ്രദ്ധ കാണിച്ചിരുന്നു. അന്ന് ഞാൻ ഏറെ വൈകിയാണ് വീട്ടിലേക്ക് തിരികെ എത്തിയത്. 10 മണിയോടടുത്ത് ഞാൻ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി എഴുതാനായിരുന്നു. തൊട്ടുമുന്നിൽ ഇന്നലെ ആദ്യ വരി മാത്രം എഴുതിയ കടലാസ്. ഞാൻ അടുത്ത വരി എഴുതാനായി പേന എടുത്തതും വീണ്ടും കാറ്റു വീശാൻ തുടങ്ങി. വേഗം ജനാലയടച്ച് ഞാൻ ഇന്നലെ പോയ അതേ ഭാഗത്തേക്ക് ചെന്നു. പ്രതീക്ഷിച്ച പോലെ അവൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിസ്സംഗമായിരുന്നു അവളുടെ മുഖത്തെ ഭാവം. നിന്നെ ഞാൻ സഹായിക്കാം. നിന്നെ ദ്രോഹിച്ചവരെ ഞാൻ നിന്റെ മുന്നിലെത്തിക്കാം. കാറ്റിന്റെ ശക്തിയെ ഭേദിക്കും ആ ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. പൊടുന്നനെ കാറ്റ് ശമിച്ചു. അന്തരീക്ഷം ശാന്തമായി. എന്നെ ഒന്ന് നോക്കിയ ശേഷം അവൾ ശൂന്യതയിലേക്ക് അലിഞ്ഞില്ലാതായി. അപ്പോൾ അവൾക്ക് അതുതന്നെയാണ് വേണ്ടത്. അവന്മാരെ അവളുടെ മുന്നിലെത്തിക്കണം. എങ്ങനെയാണത് ചെയ്യാൻ കഴിയുക? തിരികെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ ഞാൻ ചിന്തിച്ചു. അവരിൽ ആരെങ്കിലും ഒരാളുമായി സൗഹൃദം സ്ഥാപിച്ച് അതുവഴി ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അതെങ്ങനെ നടപ്പിലാക്കാമെന്നത് സംബന്ധിച്ച് ഞാൻ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി. അടുത്ത ദിവസം രാവിലെ ഞാൻ ദീപക്കും അവന്റെ കൂട്ടുകാരും ചേർന്ന് നടത്തുന്ന കമ്പനി ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അവരിൽ ജിതിൻലാലിനെ മാത്രമാണ് കാണാൻ എളുപ്പം. ബാക്കി രണ്ടുപേരും എപ്പോഴും ഓരോ തിരക്കുകളിലായിരിക്കുമെന്ന് മുമ്പ് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കമ്പനിയിലെത്തി ഞാൻ കാർ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത ശേഷം നേരെ ജിതിൻലാലിന്റെ ഓഫീസിലേക്ക് ചെന്നു. അവിടെ പുറത്ത് 5 മിനിറ്റ് നേരം കാത്തിരിക്കേണ്ടി വന്നു അവനെ കാണാൻ. അവന്റെ ഓഫീസ് മുറിയിലേക്ക് കയറിയ എന്നെ ഒരുതരം അവജ്ഞയോടെയാണ് അവൻ നോക്കിയത്. GCC രാജ്യങ്ങളിലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ പാർട്ണറാണെന്ന് പറഞ്ഞ് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. അത് കേട്ടതും അവന്റെ മുഖത്ത് ബഹുമാനം നിറഞ്ഞു. സ്ഥാനമാനങ്ങൾ നോക്കി ആളുകളെ വേർതിരിച്ചു കാണുന്ന ഒരുത്തനാണ് അവനെന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എന്തായാലും അവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല. ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ അവർ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കാൻ തക്ക ഗുണനിലവാരമുണ്ടോ എന്നറിയാനാണ് ഞാൻ വന്നത് എന്ന് കൂടി കേട്ടപ്പോൾ അവന്റെ ബഹുമാനം വർദ്ധിച്ചു. ഓഫീസ് മുറിയിൽ നിന്നും അവൻ എന്നെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു തന്നു. ആ സമയം മുഴുവൻ എന്നെ പ്രീതിപ്പെടുത്താനെന്നോണം അവൻ നിർത്താതെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ എനിക്കാവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഞാൻ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. അതിനിടയിൽ അവൻ തന്റെ 2 പാർട്ട്ണർമാരെ കുറിച്ച് പറഞ്ഞു. ഞാനതത്ര താല്പര്യമില്ലാത്ത മട്ടിൽ അവഗണിച്ചു വിട്ടു. എങ്കിലും ഇടയ്ക്കിടെ അവൻ തന്റെ ബിസിനസ് പാർട്ട്നേഴ്സായ ദീപകിനെയും ജിൻസണെയും കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മറ്റ് ബിസിനസ് പാർട്ട്നേഴ്സുമായി സംസാരിച്ച ശേഷം വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. പോകാൻ നേരം ജിതിൻലാൽ എന്റെ ഫോൺ നമ്പർ വാങ്ങി. അടുത്ത ദിവസം രാവിലെ എനിക്ക് അവന്റെ ഒരു കോൾ വന്നു. ബിസിനസ് സംസാരിക്കാനായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ അവൻ എന്നെ ഒരു ലഞ്ചിന് ക്ഷണിക്കാനായിരുന്നു വിളിച്ചത്. കൂട്ടത്തിൽ അവന്റെ മറ്റ് 2 ബിസിനസ് പാർട്ട്നേഴ്സിനെ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച വഴിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഉച്ചയോടടുത്ത് ഞാൻ ജിതിൻലാൽ പറഞ്ഞ സ്റ്റാർ ഹോട്ടലിന്റെ മുന്നിലെത്തി. അവിടെ എന്നെയും പ്രതീക്ഷിച്ച് അവനും ദീപക്കും പിന്നെ ജിൻസണും നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ ജിതിൻലാൽ ഓടി വന്ന് എനിക്ക് കൈ തന്നു. പുറകിലായി വന്നിരുന്ന മറ്റ് 2 പേരെ അവൻ എനിക്ക് പരിചയപ്പെടുത്തി. അതിൽ ദീപക് മാത്രം ഒരു തണുപ്പൻ മട്ടിലായിരുന്നു പ്രതികരിച്ചത്. ലഞ്ച് കഴിക്കുന്ന സമയത്ത് ദീപക് ഹൈപ്പർ മാർക്കറ്റിന്റെ വിവരങ്ങൾ ചികഞ്ഞെടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തി. ഞാൻ പറഞ്ഞ പേരും മറ്റും വെച്ച് അവൻ ഇന്റർനെറ്റിൽ അപ്പോൾ തന്നെ ചില തെരച്ചിലുകൾ നടത്തി. അത് ഞാൻ കാണാതിരിക്കാൻ അവൻ ചില അടവുകൾ എടുത്തെങ്കിലും ഞാനത് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ വിവരങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവന്റെ മനോഭാവവും മാറി.
ബിസിനസ് ഡീലിന്റെ കാര്യം എപ്പോൾ അറിയാൻ കഴിയുമെന്ന് ജിംസൺ ചോദിച്ചു. വരുന്ന മാസം 12-ാം തീയതി അബുദാബിയിൽ വെച്ച് ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്നും അതിൽ അവതരിപ്പിച്ച ശേഷം അറിയിക്കാമെന്നും ഞാൻ പറഞ്ഞു. അതിനി 1 മാസത്തിൽ കൂടുതൽ സമയമുണ്ടെന്നും ഞാൻ കൂട്ടിച്ചേർത്തു. ആ സമയം കൊണ്ട് അവന്മാർ എന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും അതേറ്റു. 1 മാസത്തോളം ഇവിടെ കാണുമല്ലോ, നമുക്ക് ഇടയ്ക്ക് കൂടാമെന്ന് പറഞ്ഞാണ് ലഞ്ചിന് ശേഷം അവർ പിരിഞ്ഞത്. 2 ദിവസം അങ്ങനെ കടന്നുപോയി. എഴുതുക എന്ന എൻ്റെ ഉദ്ദേശത്തിൽ നിന്നും ഞാൻ പൂർണ്ണമായും പിന്മാറിക്കഴിഞ്ഞിരുന്നു. പകൽ സമയങ്ങളിൽ മുഴുവൻ ഞാൻ അവന്മാരെ ഇവിടെ എത്തിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല. ഒരു ദിവസം ദീപക് എന്നെ ഫോണിൽ വിളിച്ച് തിരക്കില്ലാത്ത ഒരു ദിവസം വൈകുന്നേരം ഞാൻ താമസിക്കുന്നിടത്ത് കൂടാമെന്ന് പറഞ്ഞു. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അതെന്നിൽ ചെറിയ പരിഭ്രമം സൃഷ്ടിച്ചു. ഞാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. എൻ്റെ യഥാർത്ഥ ഉദ്ദേശം അറിയാവുന്ന ഒരാൾ മാത്രമേ ഈ നാട്ടിലുള്ളൂ. അത് ആ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആളെ വിശ്വസിക്കാം. എൻ്റെ ഭയാശങ്കകൾ അസ്ഥാനത്താണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. എന്നിട്ടും എന്തോ കരുതിയിരിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ദീപക് പറഞ്ഞ ദിവസം എത്തി. ഇവിടേക്ക് വരാൻ വേണ്ടി ഞാൻ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ ഒന്നും അറിയാത്ത പോലെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനത് അയച്ചു നൽകി. വൈകുന്നേരം 7 മണിയോടെ അവൻ്റെ കാർ ഗേറ്റ് കടന്ന് പോർച്ചിൽ വന്നു നിന്നു. കാറിന്റെ മുൻഭാഗത്ത് നിന്ന് ദീപക്കും ജിതിൻലാലും പുറകിൽ നിന്ന് ജിംസണും പുറത്തേക്കിറങ്ങി. അവരുടെ കാലുകൾ ആ മണ്ണിൽ പതിച്ചതും ശക്തിയായി ഒരു കാറ്റ് വീശി. അത് ഒരു സൂചനയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അവരെ മുകളിലെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് പുറകെ നടക്കുന്നതിനിടയിൽ ആദ്യമായി ഈ സ്ഥലം കാണുന്നത് പോലെ അവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. 3 പഠിച്ച കള്ളന്മാർ കൂടിയാണ്. മുകളിലെ നിലയിലെത്തി ഞങ്ങൾ ഒരു വലിയ ടേബിളിന് ചുറ്റുമിട്ടിരുന്ന കസേരകളിൽ ഇരുന്നു. AC ഇല്ലേ? ജിംസൺ ചോദിച്ചു. എന്തിനാ AC? ജനാല തുറന്നിട്ടാൽ പോരെ, പുറത്ത് നല്ല തണുപ്പുണ്ട്. അതും പറഞ്ഞ് സ്വന്തം വീടെന്ന പോലെ ദീപക് എഴുന്നേറ്റ് ചെന്ന് ജനാല തുറന്നിട്ടു. ജിംസൺ തൻ്റെ ഷോൾഡർ ബാഗിൽ നിന്നും ഒരു വിദേശ മദ്യത്തിൻ്റെ കുപ്പിയെടുത്ത് ടേബിളിൽ വെച്ചു. ഞാൻ മദ്യപിക്കാറില്ല. നിറമില്ലാത്ത ദ്രാവകം നിറഞ്ഞ നീളൻ ചില്ലുകുപ്പി നോക്കി ഞാൻ പറഞ്ഞു. ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി കുടിക്കുന്നേ, ദീപക് തിരികെ വന്നിരിക്കുന്നതിനിടയിൽ പറഞ്ഞു. ഞാൻ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് ചെന്ന് അവിടെയുണ്ടായിരുന്ന ഷെൽഫിൽ നിന്നും 4 ഗ്ലാസുകൾ എടുത്ത് ടേബിളിൽ നിരത്തി. ആ സമയം ദീപക് ഒരു സിഗരറ്റിന് തീ കൊളുത്തിയ ശേഷം അതിൻ്റെ പുക മുകളിലേക്ക് ഊതിവിടാൻ തുടങ്ങി. ജിതിൻലാൽ മദ്യത്തിൻ്റെ കുപ്പി തുറന്ന് ഓരോ ഗ്ലാസ്സിലും കൃത്യമളവിൽ മദ്യമൊഴിച്ചു. ഞാൻ കസേരയിലിരുന്ന 3 പേരെയും മാറി മാറി നിരീക്ഷിച്ചു. അവരുടെ പ്രവൃത്തികളിൽ എന്തോ അസ്വാഭാവികതയുള്ള പോലെ. മുമ്പ് കാണിച്ചിരുന്ന ഒരു വിധേയത്വ മനോഭാവമല്ല ജിതിൻലാൽ ഉൾപ്പെടെ ഇപ്പോൾ കാണിക്കുന്നത്. ഒരുതരം മേൽക്കോയ്മ സ്വഭാവവും 3 പേരുടെയും ശരീരഭാഷയിലും പ്രകടമാണ്. അതും അവർ അറിഞ്ഞുകൊണ്ട് പ്രകടിപ്പിക്കുന്നത് പോലെ. സോഡ ഒഴിച്ച് നിറപ്പിച്ച മദ്യത്തിൻ്റെ ഒരു ഗ്ലാസ് ദീപക് എനിക്ക് നേരെ നീട്ടി. ഞാനത് കയ്യിൽ വാങ്ങി. 3 പേരും ഓരോ ഗ്ലാസുകൾ എടുത്തുയർത്തി ചീയേഴ്സ് പറഞ്ഞു. ഞാൻ നിശബ്ദനായി ഗ്ലാസ് വെറുതെ മുകളിലേക്ക് ഉയർത്തുക മാത്രം ചെയ്തു. എന്തോ പ്രശ്നമുണ്ട്, എൻ്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മദ്യം നിറച്ച ഗ്ലാസ്സിലേക്ക് നോക്കി എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാൻ ശ്രമിച്ചു. പ്രണവിൻ്റെ എഴുത്തൊക്കെ എവിടം വരെയായി? ഒരു സിപ്പ് എടുത്ത ശേഷം ദീപക് പുച്ഛച്ചിരിയോടെ ചോദിച്ചു. അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഞാൻ ഞെട്ടിയില്ല. ഈ നാട്ടിലുള്ള സകലവന്മാരും വിചാരിച്ചിട്ട് ഞങ്ങളെ ഒരു പുല്ലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നല്ലേ ഒരു വരത്തൻ വന്ന് ഉണ്ടാക്കാൻ പോകുന്നേ, ദീപക് പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന കാര്യം പുറത്ത് മറ്റാർക്കും അറിയില്ല. നിന്നെ ഇവിടെ കൊന്നു കുഴിച്ചു മൂടിയാൽ അതോടെ തീരുമെല്ലാം. നിശബ്ദനായിരിക്കുന്ന എന്നെ നോക്കി ആക്രോശിച്ചുകൊണ്ട് ദീപക് അരയിൽ തിരികിയിരുന്ന തോക്കെടുത്ത് എനിക്ക് നേരെ ചൂണ്ടി. അത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും പകച്ചുപോയി. ഏത് നിമിഷവും അവൻ്റെ വിരൽ ട്രിഗറിലമരും. അവൻ പറഞ്ഞ പോലെ എല്ലാം അതോടെ തീരും. എൻ്റെ നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങി. ദീപക് 2 കൈകൾ കൊണ്ട് തോക്ക് ബലമായി പിടിച്ച് അല്പം മുന്നോട്ടാഞ്ഞു. പൊടുന്നനെ തലയ്ക്ക് പുറകിൽ ഏതോ ഒരു അജ്ഞാത ശക്തിയുടെ പ്രഹരമേറ്റതുപോലെ അവൻ മുന്നിലെ ടേബിളിലേക്ക് മുഖമടിച്ചു വീണു. അവൻ്റെ കയ്യിൽ നിന്നും തോക്ക് നിലം പതിച്ചു. ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റ് ഒരു കാലുയർത്തി ടേബിളിൻ്റെ അരികിൽ ആഞ്ഞു ചവിട്ടി. അതോടെ ടേബിൾ ദീപകിൻ്റെ അടിവയറ്റിൽ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവനെ പിന്നിലെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അത് കണ്ട ജിംസൺ എനിക്ക് നേരെ ചാടി വീണു. ഞാൻ നിന്ന നിൽപ്പിൽ കൈവീശി അവൻ്റെ മുഖമടിച്ച് ഒരടി വെച്ചു കൊടുത്തു. നിലത്തേക്ക് വീണ അവൻ ചാടി എഴുന്നേറ്റ് വീണ്ടും എനിക്ക് നേരെ കുതിച്ചു. ഇത്തവണ ഞാൻ ഒരു കസേര എടുത്ത് അവനെ അടിച്ചിട്ടു. നിലത്തേക്ക് വീണ അവന് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ജിതിൻലാൽ ടേബിളിനടിയിലേക്ക് വീണ തോക്കെടുത്ത് എനിക്ക് നേരെ നീട്ടിക്കഴിഞ്ഞിരുന്നു.
അവൻ ഉന്നം പിടിക്കുന്നതിനു മുന്നേ ഞാൻ ഒരു കാലുകൊണ്ട് അത് ദൂരേക്ക് ചവിട്ടിത്തെറിപ്പിച്ചു. അതോടെ അവൻ ആകെ പേടിച്ചുപോയി. കൂട്ടത്തിൽ ഏറ്റവും ഭീരു അവനാണെന്ന് എനിക്ക് തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു നിൽക്കുന്ന നേരം കൊണ്ട് ദീപക് ടേബിൾ തള്ളി മാറ്റി എൻ്റെ പുറകിലേക്ക് ചാടി വീണ് എൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. അതോടെ ജിതിൻലാൽ ആവേശത്തോടെ എനിക്ക് നേരെ ഓടിയെടുത്തു. അവൻ തൊട്ടടുത്തെത്തിയതും ഞാൻ എൻ്റെ ഭാരം മുഴുവൻ ദീപകിൻ്റെ ദേഹത്ത് കൊടുത്തുകൊണ്ട് 2 കാലുകളും ഉയർത്തി ജിതിൻലാലിൻ്റെ നെഞ്ചിൽ ശക്തിയായി ചവിട്ടി. പിന്നിലേക്ക് ഏതാനും ചൂടുകൾ വെച്ചുപോയ അവൻ ബാലൻസ് തെറ്റി ഗോവണിയിലൂടെ ഉരുണ്ട് താഴേക്ക് വീണു. ഇനി ഉടനെയൊന്നും അവൻ്റെ ശല്യമുണ്ടാവില്ല. എന്നാൽ അപ്പോഴേക്കും ദീപകിൻ്റെ കൈ എൻ്റെ കഴുത്തിനെ ബലമായി ഞെരിക്കാൻ തുടങ്ങിയിരുന്നു. എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഉടനെ തന്നെ ജിംസൺ തപ്പിപ്പിടിച്ചെഴുന്നേറ്റ് എനിക്ക് നേരെ മുടത്തിക്കൊണ്ട് നടന്നെടുത്തു. അവൻ്റെ കയ്യിൽ ആ നീളൻ മദ്യക്കുപ്പിയുമുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഞാൻ ദീപകിൻ്റെ കാലിൽ എൻ്റെ കാൽ കൊരുത്ത് മുന്നോട്ട് വലിച്ചു. ഞങ്ങൾ രണ്ടും പുറകോട്ട് മലർന്നടിച്ചു വീണു. വീഴ്ചയിൽ ദീപകിൻ്റെ തല തറയിൽ ശക്തിയായി ഇടിക്കുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. അതോടെ അവൻ്റെ പിടുത്തമയഞ്ഞു. ഞാൻ നിലത്തു നിന്നും എഴുന്നേറ്റതും ജിംസൺ കുപ്പി എൻ്റെ തല ലക്ഷ്യമാക്കി വീശി. ഞാൻ കുനിഞ്ഞൊഴിഞ്ഞു മാറിയ ശേഷം എൻ്റെ കൈമുട്ടുകൊണ്ട് അവൻ്റെ മൂക്കിലേക്ക് ആഞ്ഞുകുത്തി. അവൻ്റെ മൂക്കിൽ നിന്നും രക്തം ചിതറി. കുപ്പി താഴെയിട്ട് അവൻ 2 കൈകളും കൊണ്ട് മുഖം പൊത്തി. ഉടനെ എൻ്റെ കാലിൽ ദീപക് ആഞ്ഞു ചവിട്ടി. ഞാൻ തറയിലേക്ക് മറിഞ്ഞു വീണു. ആ സമയം കൊണ്ട് ദീപക് എഴുന്നേറ്റ് നിന്ന് മദ്യത്തിൻ്റെ കുപ്പി കയ്യിലെടുത്തു. അതിനുശേഷം കസേരയിലടിച്ച് അതിൻ്റെ പകുതി പൊട്ടിച്ച് എന്നെ ക്രൂരമായി നോക്കി. അവൻ മുന്നോട്ട് ചൂടുവെച്ചതും ആരോ എടുത്തെറിഞ്ഞ പോലെ ദീപക് ഒരു മൂലയിലേക്ക് തെറിച്ചു വീണു. അത് കണ്ട ജിംസൺ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ നേരത്തെ തട്ടിത്തെറിപ്പിച്ച തോക്ക് അവൻ്റെ കണ്ണിൽപ്പെടുന്നത്. അവനത് കൈക്കലാക്കും മുമ്പേ അതെടുക്കാനായി ഞാൻ മുന്നോട്ട് കുതിച്ചു. തോക്കിനോട് കൂടുതൽ അടുത്തായിരുന്ന ജിംസൺ അതെടുക്കാനായി കുനിഞ്ഞതും തോക്ക് സ്വയമേ നീട്ടിപ്പിടിച്ചിരുന്ന എൻ്റെ കൈയിലേക്ക് വന്നെടുത്തു. അതുകൂടി കണ്ടതോടെ എന്നെ സഹായിക്കാൻ ഇവിടെ ഒരജ്ഞാത ശക്തിയുണ്ടെന്ന് അവർക്ക് രണ്ടിനും ബോധ്യമായി. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ രണ്ടും കൂടി പുറത്തേക്കോടി. 2 പേരും ഗോവണി ഇറങ്ങുന്ന സമയത്ത് മുകളിലേക്ക് ഏന്തി വലിഞ്ഞ് കയറി വരികയായിരുന്ന ജിതിൻലാലിനെ അവർ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. പുറകെ തോക്കുമായി ഞാനും അവരെ പിന്തുടർന്നു. പോർച്ചിലെത്തിയ ജിതിൻലാൽ ദീപകിന്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി പാർക്ക് ചെയ്തിരുന്ന കാർ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് തുറക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് എത്തി. കയ്യിൽ തോക്കുമായി വരുന്ന എന്നെ കണ്ടതും ദീപക്കും ജിംസണും ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഓടി. കാലിന് സാരമായ പരിക്ക് പറ്റിയിരുന്നതുകൊണ്ട് ഓടാൻ ശ്രമിച്ച ജിതിൻലാൽ കാലിടറി നിലത്തേക്ക് മറിഞ്ഞു വീണു. ഞാൻ അവനെ അവിടെ തന്നെ വിട്ടിട്ട് മറ്റ് 2 പേരുടെ പുറകെ പോയി. ഓടിയോടി അവർ എത്തിയത് അടുത്ത പറമ്പിലെ ചെമ്പകമരത്തിന്റെ ചൂട്ടിലായിരുന്നു. അവിടെ എത്തി ഇനി എവിടേക്ക് എന്നറിയാതെ അവർ ചുറ്റിലും നോക്കി. പുറകെ വരുന്ന എന്നെ കണ്ടതും ജിംസൺ അടുത്തുള്ള ഉയരം കുറഞ്ഞ മതിൽ കെട്ടി ചാടിക്കടക്കാൻ ശ്രമിച്ചു. ഞാൻ പുറകെ ചെന്ന് അവൻ്റെ ഒരു കാലിൽ പിടിച്ചു വലിച്ച് നിലത്തേക്കിട്ടു. അത് കണ്ട ദീപക് എന്നെ ഇടിക്കാനായി മുന്നോട്ട് വന്നതും ഞാൻ അവൻ്റെ മുടിയിൽ പിടിച്ച മുഖം ആ മതിൽ കെട്ടിൽ ശക്തിയായി ഇടിച്ചു. അതോടെ നേരെ നിൽക്കാൻ കഴിയാതെ അവൻ പുറകോട്ട് മറിഞ്ഞ് ആ ചെമ്പകമരത്തിന്റെ ചൂട്ടിലേക്ക് വീണു. നിലത്ത് കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയ അവന്റെ കണ്ണുകൾ ഭയത്താൽ വികസിച്ചു. ഒപ്പം ജിംസണും നിലത്ത് കിടന്ന് ഉറയ്ക്കുകയായിരുന്നു. ഞാൻ അറിയാതെ അവർക്കൊപ്പം മുകളിലേക്ക് നോക്കിപ്പോയി. അവിടെ മുകളിൽ ആ മരക്കൊമ്പിൽ ഞാനത് കണ്ടു. ബലമുള്ള ഒരു ശിഖരത്തിൽ കയറിൽ തൂങ്ങിക്കിടക്കുന്ന അനശ്വര. പെട്ടെന്ന് കയർ പൊട്ടിയിട്ടെന്ന പോലെ അവൾ താഴേക്ക് പതിച്ചു. എന്നാൽ നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നതിന് പകരം അവൾ അവർക്ക് മുന്നിൽ നിവർന്ന് നിൽക്കുകയാണ് ചെയ്തത്. അത് കണ്ട ജിംസണും ദീപക്കും നിലത്തു നിന്നും അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എവിടേക്കാണെന്നറിയാതെ അവർ തിരിഞ്ഞോടി. അവർക്ക് പുറകെ ഞാനും. പക്ഷേ ആ സമയം ഞാൻ വിസ്മരിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ജിതിൻലാൽ. അവൻ്റെ കാര്യം ഞാൻ പാടെ മറന്നുപോയിരുന്നു. ഓടിയോടി അവർ എത്തിയത് ഒരു ഒഴിഞ്ഞ തരിശുഭൂമിയിലായിരുന്നു. ഞാൻ ഇവിടെ എത്തിയതിൻ്റെ അടുത്ത ദിവസം രാവിലെ വന്ന അതേ സ്ഥലത്ത്. അവിടെ നിൽക്കുമ്പോൾ ദൂരെ നിന്നും ഒരു കൂട്ടക്കരച്ചിൽ ഉയർന്നു. അത് കേട്ട് ദീപക്കിനും ജിംസണും ഒപ്പം ഞാനും ഞെട്ടി. അത് കേൾക്കുന്നത് ആ പറമ്പിൻ്റെ ഓരത്തുള്ള പൊട്ടിപ്പൊളിഞ്ഞ വീടിനുള്ളിൽ നിന്നുമായിരുന്നു. ഉടനെ ആ ശബ്ദങ്ങൾ ഞങ്ങൾക്കരികിലേക്ക് വന്നു. ചുറ്റിലും എവിടെ നിന്നെന്നറിയാത്ത അശരീരികൾ. അപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അനശ്വരയെ ഇവിടെയെങ്ങും കാണുന്നില്ല. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവരെ ഇവിടെ എത്തിച്ചത്. ആ സമയം ആദ്യം തോന്നിയ ഭയവും അങ്കലാപ്പവും മറികടന്ന് ദീപക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി തിരക്കുകയായിരുന്നു. അവന് വന്ന വഴി ഏതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്ന് അവൻ്റെ മുഖത്തു നിന്നും വ്യക്തമായിരുന്നു. അവൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചതും ഞാൻ അവന് നേരെ തോക്ക് ചൂണ്ടി. ഉടനെ ഒരു വലിയ കല്ല് എൻ്റെ കയ്യിൽ വന്ന് പതിച്ചു. തോക്ക് താഴെ വീണു. നോക്കിയപ്പോൾ ഒരു വശത്തേക്ക് മാറി ജിംസൺ ഒരു വലിയ കല്ലും പിടിച്ചു നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്.
അവൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ കല്ലും അവൻ എനിക്ക് നേരെ എറിഞ്ഞു. കൃത്യമായി ഒളിഞ്ഞു മാറിയതുകൊണ്ട് മാത്രം ഏറുകൊണ്ടില്ല. പക്ഷേ അപ്പോഴേക്കും ദീപക് ചാടി വീണ് തോക്ക് കരസ്ഥമാക്കി കഴിഞ്ഞിരുന്നു. അവൻ എനിക്ക് നേരെ തോക്ക് ചൂണ്ടി ഉന്നം പിടിച്ചതും അല്പമകലെ നിന്നും ഒരു കാർ പാഞ്ഞു വരുന്നതിൻ്റെ ശബ്ദം കേട്ടു. ആ കാർ എനിക്ക് നേരെയാണ് വരുന്നതെന്ന് ഒരു ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞു. ജിതിൻലാൽ കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആ കാർ എനിക്ക് തൊട്ടരികിലെത്തിയതും ആരോ എന്നെ ഒരു വശത്തേക്ക് വലിച്ചു മാറ്റി. കാർ ഞാൻ നിന്നിരുന്ന ഭാഗത്തെത്തി സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ഒട്ടും സമയം കളയാതെ ദീപക്കും ജിംസണും ഡോർ തുറന്ന് കാറിൽ കയറി. ഉടനെ കാറിന്റെ മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു. കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞാനും അവരും അവളുടെ രൂപം വ്യക്തമായി കണ്ടു. മാറിപ്പറക്കുന്ന തലമുടികൾ, മുഖത്തും ദേഹത്തും രക്തം വാർന്നൊഴുകുന്ന മുറിവുകൾ, പകയാൽ ജ്വലിക്കുന്ന കണ്ണുകൾ. ആ നോട്ടത്താൽ തന്നെ എല്ലാം ദഹിച്ചില്ലാതാവുമെന്ന് എനിക്ക് തോന്നി. അത് കണ്ടതും ജിതിൻലാൽ ആക്സിലേറ്ററിൽ കാലമർത്തി. കാറിന്റെ ടയറുകൾ അതിവേഗത്തിൽ മുന്നോട്ട് കറങ്ങിയെങ്കിലും വാഹനം നിന്നിടത്തു നിന്നും ഒരൽപ്പം പോലും ചലിച്ചില്ല. അന്തരീക്ഷത്തിലേക്ക് ധൂളികൾ ഉയർത്തിവിട്ടുകൊണ്ട് ടയറുകൾ മുന്നോട്ട് കറങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കാർ പുറകോട്ട് നീങ്ങാൻ തുടങ്ങി. അത് തിരിച്ചറിഞ്ഞ 3 പേരും പരിഭ്രാന്തരായി. അവർ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. ക്രമേണ കാറിന്റെ പുറകോട്ടുള്ള സഞ്ചാരത്തിന്റെ വേഗത വർദ്ധിച്ചു. അത് പോയിക്കൊണ്ടിരുന്നത് പാറ പോലെയുള്ള ആ പ്രദേശത്തിന്റെ അറ്റത്തേക്കായിരുന്നു. പതിയെ കാറിന്റെ വേഗത ക്രമാതീതമായി വർദ്ധിച്ചു. അത് അതിവേഗത്തിൽ പുറകോട്ട് ചെന്ന് ആ കൊക്കയിലേക്ക് മറിഞ്ഞു വീണു. ആ സമയം കാറിനുള്ളിൽ നിന്നും ഉച്ചത്തിലുള്ള അലർച്ചകൾ ഉയർന്നു. ഉടനെ തന്നെ അത് നിലയ്ക്കുകയും ചെയ്തു. കാർ താഴ്വാരത്തിൽ ചെന്ന് പതിച്ചതും വലിയൊരു സ്ഫോടനമുണ്ടായി. ഞാൻ ഓടിച്ചെന്ന് താഴേക്ക് നോക്കി. അവിടെ ഏതോ പാറയുടെ മുകളിൽ കത്തിയമരുന്ന കാറിനെ ഞാൻ അവ്യക്തമായി കണ്ടു. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പുറകിൽ ആരുടെയോ ഒരു സാന്നിധ്യം ഞാൻ അറിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കി. അത് അവളായിരുന്നു, അനശ്വര. അവളുടെ മുഖത്തെ പക എങ്ങോ പോയി മറഞ്ഞിരുന്നു. സ്വന്തം കുടുംബം ഇല്ലാതാവാൻ കാരണക്കാരായവരെ തൻ്റെ മുന്നിലെത്തിച്ചതിൻ്റെ കൃതജ്ഞതയോടെ അവൾ എന്നെ നോക്കി. പിന്നെ സാവധാനം അവൾ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞില്ലാതായി. ഒരു നിമിഷം അവിടെ നിന്ന ശേഷം ഞാൻ തിരികെ വീട്ടിലേക്ക് മടങ്ങി. ഞാൻ വീടിനകത്തേക്ക് കയറിയതും കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കസേരയിൽ ഇരുന്നും ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടന്നും ആ രാത്രി ഞാൻ തള്ളി നീക്കി. ഒരു കടുത്ത നീതി നിഷേധത്തിന് പരിഹാരം കാണാൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടായിരുന്നെങ്കിലും നിയമം എന്നെ വേട്ടയാടുമോ എന്നൊരു ശങ്ക എനിക്കുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ വാർത്ത കണ്ടപ്പോഴാണ് എൻ്റെ ആശങ്ക മാറിയത്. അമിത വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് വ്യവസായികളായ 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം എന്നതായിരുന്നു അന്നത്തെ പ്രധാന പത്രങ്ങളുടെ എല്ലാം തലക്കെട്ടുകൾ. സമൂഹത്തിനു മുന്നിൽ അപ്പോഴും അവർ നിരപരാധികൾ തന്നെ. പക്ഷേ പണം കൊടുത്തു വാങ്ങിയ നിരപരാധിത്വത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവർ ഇന്നില്ല എന്ന് മാത്രം. ഇനി എനിക്ക് ഈ നാട്ടിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഒരു ആയുഷ്കാലം മുഴുവൻ പൂർണ്ണതയോടെ ജീവിച്ചു തീർത്ത പോലെയുള്ള സംതൃപ്തിയോടെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് യാത്രയായി.